Hello and welcome to Easy Graphics. My name is Brijesh KJ. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പാർട്ട് ബിയിൽ 10 മാർക്കിന് പോളിഗൺസ് വരയ്ക്കാൻ ചോദിക്കും. ഒന്നുകിൽ അത് പെൻഡഗൺ ആവാം, അല്ലെങ്കിൽ ഹെക്സഗൺ ആവാം, ഹെപ്റ്റഗൺ ആകാം. അങ്ങനെ ഏതെങ്കിലും ഒരു പോളിഗൺ ആയിരിക്കും ചോദിക്കുക. രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന പോളിഗണിന്റെ ഒരു സൈഡ് തരും, അല്ലാന്നുണ്ടെങ്കിൽ ആ പോളിഗൺ ഏതെങ്കിലും ഒരു സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കും. അന്നേരം ആ സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും ചോദിക്കുക. സോ നമുക്ക് ഈ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് ആദ്യമായി ഒരു പെൻഡഗൺ സർക്കിളിനകത്ത് എങ്ങനെയാണ് ഇൻസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഇൻസ്ക്രൈബ് എ റെഗുലർ പെൻഡഗൺ വിത്തിൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 50 mm. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 50 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഉള്ളിലായിട്ട് ഒരു റെഗുലർ പെൻഡഗണിനെ വരച്ച് ചേർക്കണം. അവർ ക്വസ്റ്റ്യൻ ഈസ്: എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 50 mm ഈസ് ഗിവൺ. Inscribe a regular pentagon within the circle. Firstly, we need to draw the circle with the given diameter 50 mm. നമുക്ക് ആദ്യം ചെയിൻ ലൈൻ യൂസ് ചെയ്ത് ഒരു ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈനും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് സെൻട്രൽ ലൈൻസിൻ്റെയും മീറ്റിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് O എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയമീറ്റർ 50 mm ആണ്. അതുകൊണ്ട് കോമ്പസിൽ റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത് 25 മില്ലിമീറ്റർ ആണ്. സോ വിത്ത് സെൻറ്റർ O ആൻഡ് റേഡിയസ് 25 മില്ലിമീറ്റർ വി ക്യാൻ ഡ്രോ എ സർക്കിൾ ലൈക്ക് ദിസ് ബൈ യൂസിങ് എ കോമ്പസ്. മാർക്ക് A ആൻഡ് B ഓൺ ദി ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ. ഇപ്പോൾ നമുക്കറിയാം എയിൽ നിന്ന് B വരെ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ടുള്ള 50 മില്ലിമീറ്റർ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ A to B 50 മില്ലിമീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ബൈ യൂസിങ് എ സ്കെയിൽ ഈ 50 മില്ലിമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യുക, 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മളവിടെ 1, 2, 3, 4 എന്നിങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത് എയിൽ നിന്ന് B വരെയുള്ള ലെങ്ത് കോമ്പസിൽ എടുത്തതിന് ശേഷം A സെൻറ്ററാക്കി ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ആ സെയിം ലെങ്ത് യൂസ് ചെയ്ത് നമ്മൾ B സെൻറ്ററാക്കി എയിൽ നിന്ന് ഒരു ആർക്ക് കൂടെ വരയ്ക്കുക. ഈ ആർക്ക് തമ്മിൽ കട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അവിടെ നമ്മൾ C എന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ആദ്യമേ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് സർക്കിളിൻ്റെ ബോർഡർ വരെ മാത്രം വരയ്ക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ പുതിയ പോയിന്റിന് D എന്ന് മാർക്ക് ചെയ്യുക, ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് ഈ A എന്ന് പറയുന്ന പോയിന്റും D എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നതാണ് ഈ പെൻഡഗണിൻ്റെ ഒരു സൈഡ്, കാണുന്നുണ്ടല്ലോ. ഇതുപോലെ A to D ലെങ്ത് തന്നെ നമുക്ക് ഈ കോമ്പസിൽ എടുത്തതിന് ശേഷം ഈ സർക്കിളിൽ നമുക്ക് ആർക്കുകൾ വരയ്ക്കാവുന്നതാണ്. എയിൽ നിന്ന് D വരെയുള്ള ലെങ്ത് കോമ്പസിലെടുക്കുക, അതിനുശേഷം ആർക്കുകൾ വരയ്ക്കുക. D സെൻറ്ററാക്കി ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ അവിടെ നിന്നും അടുത്ത ആർക്ക് വരയ്ക്കുക, നെക്സ്റ്റ് വൺ വരയ്ക്കുക. സോ നമുക്കിപ്പോൾ ഇത്രയും പോയിന്റ്സ് കിട്ടി. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ നെയിം ചെയ്യുക: AD, E, F ആൻഡ് G. ഇനി ഈ പോയിന്റ്സുകൾ നമ്മളെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ പെൻഡഗൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെൻഡഗൺ വരച്ചു ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന ഈ പോയിന്റ്, ഈ ഒരു കോർണർ, ഈ കോർണറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു സൈഡ് ആയിരിക്കും. അത് പെൻഡഗണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എപ്പോഴും ഒരു കോർണറിന് ഓപ്പോസിറ്റ് ഒരു സൈഡ് കാണും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർണറിൽ നിന്നും ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ മിഡ് പോയിന്റിൽ പോയി മീറ്റ് ചെയ്യും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചതിന് ശേഷം ഇതുപോലെ റെപ്രസെൻറ്റേഷൻസ് മാർക്ക് ചെയ്യണം, ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. എല്ലാ പോയിന്റ്സിലും ലെറ്റേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ഇവിടെ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്തേക്കുന്ന ആർക്ക് വരയ്ക്കാനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യണം.
R50 എന്നുള്ളതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനുശേഷം പെൻറ്റഗൺ എന്നുള്ളത് ലീഡർ ലൈൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ വെച്ച് എഴുതി കാണിക്കുക. ദെൻ ലെങ്ത് ഓഫ് സൈഡ്, അത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് പെൻറ്റഗണിൻ്റെ സൈഡ് തന്നിട്ടില്ലായിരുന്നു. സോ അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പെൻറ്റഗണിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 108 ഡിഗ്രിയാണ്. സോ ADE എന്ന് പറയുന്ന ഒരു ആംഗിൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അത് 108 എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. സോ നമ്മളത് എഴുതി. യൂഷ്വലി എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ തന്നെ സ്കെയിൽ 1:1 എന്നുള്ളത് മാർക്ക് ചെയ്യുക, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്നുള്ളതും കൂടി മാർക്ക് ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ സൊല്യൂഷൻ. താങ്ക് യു.